രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എത്തുന്നു പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തുകയാണ് ഇങ്ങോട്ടേക്ക്. ഇന്നിപ്പോൾ കുറച്ച് വി ഐ പി സാന്നിധ്യമുള്ള ഒരു ദിവസം കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അവിടെ അവലോകന യോഗം ചേരുന്നു. ഇപ്പോൾ എം പി വയനാട് എം പി രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധിയോട് വരുമെന്ന് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. പ്രിയങ്ക ഉണ്ടോയെന്ന് അറിയില്ല. കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുകയാവും രാഹുൽ ഗാന്ധി. അത് പ്രിയങ്ക ഗാന്ധിയുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചാണ് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയി ക്യാമ്പിലുള്ളവരുമായി സന്ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അഡീഷണൽ സെക്യൂരിറ്റി വേണ്ടതില്ല എന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാദൗത്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു ക്രമീകരണം അരുത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. റോഡ് മാർഗ്ഗമാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി പോവുക. രാഹുൽ ഗാന്ധി കണ്ണൂരിലാണ് വിമാനം ഇറങ്ങിയത്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. സജോ ദേവസ്വം സജോ, ഏതെങ്കിലും തരത്തിൽ രക്ഷാദൗത്യത്തിനോ അല്ലെങ്കിൽ പോലീസ് വിന്യാസത്തിലോ വയനാടിനെ ബാധിക്കുന്നൊന്നും ചെയ്തുകൂടാ എന്ന് രാഹുൽ ഗാന്ധി ഒരു വാണിംഗ് എന്ന മട്ടിൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയാണ് ആ ക്രമീകരണങ്ങൾ സജോ? ഹാഷ്മി, രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. ഇരുവരും റോഡ് മാർഗം കൊട്ടിയൂർ പാൽച്ചുരം വഴി മാനന്തവാടി പ്രവേശിക്കും. തുടർന്നായിരിക്കും കൽപ്പറ്റയിലേക്ക് പോവുക എന്ന നിലയ്ക്കാണ് ക്രമീകരണമുള്ളത്. VIP മൂവ്മെൻറ്റ് സ്വാഭാവികമായും ദുരന്ത സ്ഥലത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരത്തെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. VIP മൂവ്മെൻറ്റ് പലപ്പോഴും പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ പലപ്പോഴും പ്രതിസന്ധിയാകുന്ന വിധമൊക്കെ കാര്യങ്ങൾ വരുന്നു എന്ന ആശങ്കയൊക്കെ മുൻകാലങ്ങളിൽ ഉള്ളതാണ്. അത് സംബന്ധിച്ച് പലപ്പോഴും കൃത്യമായ വിദഗ്ധ അഭിപ്രായം ഉള്ളതുമാണ്. ഏതായാലും ആ കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി എന്ന നിലയ്ക്ക് അദ്ദേഹം വയനാടിൻ്റെ ഒരർത്ഥത്തിൽ ഇപ്പോൾ വയനാട് മണ്ഡലം ഉപേക്ഷിച്ചുവെങ്കിൽ കൂടിയും വയനാടിൻ്റെ കൂടി ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് വയനാടുമായി ആ തരത്തിലുള്ള അടുപ്പം ഉള്ള ആൾ കൂടിയാണ് അദ്ദേഹം. ഇതിനോടൊപ്പം മറ്റ് എം പിമാരടക്കമുള്ളവർ കൂടിയുണ്ട്. എം പിമാർ കൂടി ഇപ്പോൾ വിവിധ കോൺഗ്രസ് എം പിമാർ കൂടി അദ്ദേഹത്തെ അനുഗമിക്കും. ഈ യാത്രയിലൊപ്പം കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ അദ്ദേഹത്തോടൊപ്പം പോകും. ഒപ്പം ദുരന്ത ബാധിത മേഖലകൾ കൂടി സന്ദർശിക്കുക എന്നാണ്. റിലീഫ് ക്യാമ്പ് അടക്കം അദ്ദേഹം സന്ദർശിക്കും. വിവിധ ക്യാമ്പുകൾ ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുക എന്നതാണ് പ്രധാനമായും ഉള്ളത്. അതിനുശേഷം അദ്ദേഹം നേരെ മേപ്പാടിയിലേക്കാണ് ഇവിടെ നിന്ന് പോവുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന നിലയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോവുക, ആളുകളെ കാണുക, ആശ്വസിപ്പിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഭവ സ്ഥലത്തേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ സജോ? ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ള പദ്ധതി ഇല്ല എന്ന് തോന്നുന്നു. അപകട മേഖലകളിലേക്ക്, ക്യാമ്പുകളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ സംഭവ സ്ഥലത്തേക്കുള്ള സന്ദർശനം ഇല്ല. നിലവിൽ സംഭവ സ്ഥലത്തേക്ക്, അതായത് ദുരന്ത സ്ഥലത്തേക്ക് പോവുക എന്നതൊരു പ്ലാനിലില്ല, അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിലില്ല. അതൊരു പക്ഷേ അവിടുത്തെ രക്ഷാദൗത്യത്തെ ബാധിക്കും എന്ന നിലയ്ക്ക് പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് പിന്നീട് അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു തീരുമാനമില്ല എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി അടക്കം അവിടെയുണ്ട്. മറ്റ് മന്ത്രിമാരുമായിട്ട് ഒക്കെ കൂടിക്കാഴ്ച നടത്താനുള്ള പദ്ധതി കൂടി ഉണ്ട്. പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളെ കാണുക, അവിടെയുള്ള മറ്റാളുകളുമായൊക്കെ ആശയവിനിമയം നടത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ള പദ്ധതി. സജോ, വയനാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന് എല്ലാ മുന്നറിയിപ്പുകളും നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല, മുൻകരുതലുകൾ എടുത്തില്ല എന്ന വളരെ ഗൗരവമുള്ളതും ഗുരുതരവുമായ ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ദുരന്തമുഖത്തേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നതെങ്കിൽ പോലും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് രാഹുലിൻ്റെ വയനാട്ടിലേക്കുള്ള വരവിൽ, അല്ലേ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഇനിയിപ്പോൾ രക്ഷാദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയാവേണ്ടതാണ്. ദുരന്തമുണ്ടാകുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പ്, ഏതെല്ലാം നിലയ്ക്ക് മുൻകരുതൽ എടുത്തത് എന്നിവയെല്ലാം പിന്നീട് അങ്ങോട്ടേക്ക് ചർച്ചയാവേണ്ട കാര്യമാണ്. ഈ ഘട്ടത്തിൽ അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. എങ്കിൽ കൂടിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, മുന്നറിയിപ്പുകൾ, ഇത്തരം കാര്യങ്ങൾ, പൊട്ടൻഷ്യൽ റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതടക്കമുള്ള ദുരന്ത നിവാരണ ആക്ട് അടക്കം എങ്ങനെ പ്രയോഗിക്കണം, ആ ആളുകളെ മാറ്റുന്നതോടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകളുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി കോൺഗ്രസും ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായി തന്നെ അതിന് പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൂടി ദേശീയ തലത്തിലടക്കം കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് തൽക്കാലം ദുരന്തത്തിനിരയായ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. പക്ഷേ അപ്പോൾ തന്നെയും ഉയർന്ന വിമർശനങ്ങളുണ്ട്. അത്തരം ചർച്ചകളുണ്ടാകും. പക്ഷേ ഈ ഘട്ടത്തിൽ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ വേദനകൾക്ക് കണ്ണീരിനൊപ്പം നിൽക്കുക എന്നതാണ്. പക്ഷേ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളടക്കം ഉള്ള ചർച്ചയിലേക്ക് വരും. പക്ഷേ രാഹുൽ ഗാന്ധി
ഏതെങ്കിലും നിലയ്ക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രതികരണത്തിന് മുതിരും എന്ന് കരുതുന്നില്ല. അത്തരം പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവരുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോവുകയാണ്. ഇന്നലെ രാജ്യസഭയിൽ അമിത് ഷാ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവിടെ ലോക്സഭയിലും ഹ്രസ്വ ചർച്ചയിലൊക്കെ ചെറിയ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു പ്രതികരണത്തിന് മുതിർന്നില്ല. അത്തരത്തിലൊരു പ്രതികരണത്തിന് രാഹുൽ ഗാന്ധി മുതിരും എന്നും കരുതാൻ വയ്യ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ ഫോക്കസ് പോയിന്റ് ഉറപ്പായും അത് മുണ്ടക്കൈ തന്നെയാണ്. മുണ്ടക്കൈയിലെ രക്ഷാദൗത്യം ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് അറിയേണ്ടത്. 286 ആ മരണസംഖ്യ ഉയരുന്ന വല്ലാത്ത സാഹചര്യം അവിടെയുണ്ട്.